പ്രീസ് ലോഡ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Q&A സെഷനിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, സ്ത്രീ മൂടുപടം ധരിക്കണമോ എന്നൊരു ചോദ്യമാണ് ലഭിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ചില ആജ്ഞകൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിനെ പല നിലവാരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സംസ്കാരം അല്ലെങ്കിൽ കൾച്ചറുമായി ബേസ് ചെയ്ത് പറഞ്ഞ ഒരു വിഷയമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ദൈവസഭയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വിവിധ നിലവാരങ്ങളിലുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വേദപണ്ഡിതന്മാരുടെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രധാനമായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം, അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ താൻ പറയാൻ, ഞാൻ ക്രിസ്തുവിനെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ എൻ്റെ അനുകാരികളാകണം. അതായത് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾക്കും കർത്താവിനെ അനുകരിക്കാം. അപ്പോൾ തന്നിലേക്കല്ല ക്രിസ്തുവിലേക്കാണ് ജനത്തെ താൻ നയിക്കുന്നത്. അടുത്ത വാക്യത്തിൽ, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. അപ്പോൾ പൗലോസിന് ഒരു കാര്യം ഉറപ്പായിട്ട് അറിയാമായിരുന്നു. പൗലോസ് ഏൽപ്പിച്ച കൽപ്പനകൾ, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഈ കൊരിന്തിലുള്ള ദൈവസഭ അവരത് പ്രമാണിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ അവരെ പുകഴ്ത്തുകയാണ്. എന്നിട്ട് താൻ പറയുന്ന അടുത്ത വാക്യത്തിൽ, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമെന്ന് വെച്ചാൽ ഹൈറാർക്കിയെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് ദൈവം, ക്രിസ്തുവിൻ്റെ തല ദൈവമാണ്, പുരുഷൻ്റെ തല ക്രിസ്തുവാണ്, സ്ത്രീയുടെ തല പുരുഷനാണ്. അപ്പോൾ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ഫോർമാറ്റാണ് നമുക്കവിടെ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അതിനുശേഷം പറയാം, മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. പുരുഷൻ്റെ തല ക്രിസ്തുവാണ്. അതുകൊണ്ട് പുരുഷൻ അവിടെ ഒരു മൂടുപടം ഇടേണ്ട ആവശ്യമില്ല എന്നാണ് താൻ പറയുന്നത്. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾക്ക് ഔഷധം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ല എങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. കത്തിരിക്കുന്നതോ കൗശലം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. അതായത് ഒരു സ്ത്രീയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ മൂടുപടം ഇടണമെന്ന് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പൗലോസ് ഇവിടെ ഉപദേശം നൽകുകയാണ്. എന്നിട്ട് പറയുകയാണ്, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആക്കിയാൽ മൂടുപടം ഇടേണ്ടതല്ല. അതാണ് ഞാൻ മുന്നമേ പറഞ്ഞത്. ഇവിടെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഹൈറാർക്കി എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ പൗലോസ് ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നത്. പുരുഷൻ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതില്ല. എന്നാൽ സ്ത്രീ പുരുഷൻ്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. എന്നാൽ ഇവിടെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, രണ്ടു പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ത്രീ ആണ് പുരുഷനിൽ നിന്നുണ്ടായത് എങ്കിലും പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീ ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇതൊരു ആജ്ഞയായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ലേ? ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നും ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. നിങ്ങൾ തന്നെ വിധിപ്പിൻ, സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അവമാനം എന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നേച്ചർ തന്നെ നമ്മളോട് ആ ഒരു കാര്യം പറയുന്നുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. പ്രകൃതിയോട് തുലനം ചെയ്ത് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം എന്നൊക്കെയുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ പൗലോസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതിന് താഴെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരുതൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തർക്കമുണ്ടാകും എന്ന് പൗലോസിന് ഉറപ്പായിട്ടും അറിയാമായിരുന്നു.
എന്നാൽ താൻ പറയുകയാണ് അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കും ഇല്ല, ദൈവസഭയ്ക്കുമില്ല. ഇതൊരാജ്ഞയായിട്ട് താൻ പറയുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് അത് പ്രമാണിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ, കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആണ് പൗലോസ് ഇത് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ താൻ ഇതൊരു ഉപദേശമായി പറയുന്നു. താൻ ആ സഭയെ പ്രശംസിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യത്തിലും സകലത്തിലും ഞാൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, പ്രമാണിക്കുന്നത് കൊണ്ട് ഇത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് താൻ തുടങ്ങുന്നത് ഈ അധ്യായം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒറ്റൊരു കാര്യം, സ്ത്രീ മൂടുപടം പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് മൂടുപടം ഇടണം എന്നുള്ളൊരു കാര്യമാണ് പ്രകൃതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.